Hello everyone, welcome back to Click. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് CRO ആണ്, കാഥോഡ് റേ ഓസിലോസ്കോപ്പ്. അപ്പോൾ CRO എന്താണെന്ന് നമുക്ക് ആദ്യം പറയാം. CRO is a device which is used to display and analyze waveforms from electrical circuits. Electrical circuitsൽ നിന്നുള്ള waveformsനെ ഡിസ്പ്ലേ ചെയ്യാനും അനലൈസ് ചെയ്യാനുള്ള ഒരു ഡിവൈസ് ആണ് CRO എന്ന് പറയുന്നത്. അതിലെ മെയിൻ ആയിട്ട് വരുന്നത് ഇലക്ട്രോൺ ബീമും കാഥോഡ് റേ ട്യൂബും ആണ്. ഇതിന്റെ ഹെൽപ്പോട് കൂടിയാണ് വർക്കിംഗ് നടക്കുന്നത്. വർക്കിംഗ് നമുക്ക് ഫർദർ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ എങ്ങനെയാണെന്ന് പറയാം. ഇത് ഒരു ഫാസ്റ്റ് XY പ്ലോട്ടർ ആണെന്ന് പറയാം. XY പ്ലോട്ടറിലെ X ആൻഡ് Y ആയിട്ട് നമുക്ക് ഒന്നെങ്കിൽ സിഗ്നൽ വേഴ്സസ് ടൈം എടുക്കാം, അല്ലെങ്കിൽ സിഗ്നൽ വേഴ്സസ് അനദർ സിഗ്നൽ എടുക്കാം. മെയിൻ ആയിട്ട് നമ്മൾ CRO യൂസ് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, റൈസ് ടൈം, ഡിസ്റ്റോഷൻ, അതുപോലെ ടൈം ഇന്റർവെൽസ് ഒക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് CRO ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ വെർട്ടിക്കൽ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നു. അവിടുന്ന് ഡിലേ ലൈൻ വഴി വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിലേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്കുള്ള ഇൻപുട്ട് ട്രിഗർ സർക്യൂട്ട്, ടൈം ബേസ്ഡ് ജനറേറ്റർ ആൻഡ് ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ വഴിയാണ് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് എത്തുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ കോട്ടിംഗ് ഉള്ള, ഫോസ്ഫർ കോട്ടിംഗ് ഉള്ള നമ്മുടെ സ്ക്രീൻ ആണ്. അവിടെ ചെന്നിട്ട് ഇലക്ട്രോൺസ് ഹിറ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് എമിറ്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് വേവ് ഫോം കാണാൻ പറ്റുന്നത്. മെയിൻ പാർട്ട് എന്ന് പറയുന്നത് മറ്റൊന്ന് ഇലക്ട്രോൺ ഗൺ ആണ്. ഇലക്ട്രോൺ ബീം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺ ഗൺ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ പാർട്സ് വരുന്നത്. നമുക്ക് ഓരോ പാർട്സിന്റെയും ഫങ്ഷൻസ് വെച്ച് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു വെർട്ടിക്കൽ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സിലേക്ക് പോകുന്നതിന് മുൻപ് വെർട്ടിക്കൽ ആംപ്ലിഫയറിൽ കൂടെയാണ് സിഗ്നൽ കടത്തിവിടുന്നത്. വെർട്ടിക്കൽ ആംപ്ലിഫയറിൽ കൂടെ കടത്തിവിടുന്നതിന് കാരണം എന്ന് പറയുന്നത് ഇറ്റ് ആംപ്ലിഫൈസ് ഇൻപുട്ട് സിഗ്നൽ ഫോർ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ. ഓക്കെ, ഇറ്റ് ആംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം വെർട്ടിക്കൽ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ സെറ്റ്സ് വോൾട്ട്സ് പെർ ഡിവിഷൻ സെൻസിറ്റിവിറ്റി. പിന്നെ വരുന്ന ഒന്നാണ് ഡിലേ ലൈൻ എന്ന് പറയുന്നത്. സിഗ്നലിനെ സ്ലൈറ്റ്ലി ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫുൾ വേവ് ഫോം കാണുന്ന തരത്തില് സിഗ്നലിനെ സ്ലൈറ്റ്ലി ഡിലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിലേ ലൈൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡിലേ ലൈനിന്റെ മെയിൻ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇറ്റ് പ്രിവെന്റ്സ് മിസ്സിംഗ് ദ സ്റ്റാർട്ട് ഓഫ് സിഗ്നൽ. ഓക്കെ, പിന്നെ വരുന്ന ഒരു ട്രിഗർ സർക്യൂട്ട് ആണ്. അത് ഹൊറിസോണ്ടൽ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സിലേക്ക് വരുന്ന ഇൻപുട്ടിന്റെ സൈഡിലാണ് നമ്മൾ കണ്ടത്. ഹൊറിസോണ്ടൽ സ്വീപ്പ് കറക്റ്റ് ടൈമിൽ ഇനിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ട്രിഗർ സർക്യൂട്ടിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അതുവഴി ഇറ്റ് എൻഷുവേഴ്സ് സ്റ്റേബിൾ ആൻഡ് സിങ്ക്രണൈസ്ഡ് ഡിസ്പ്ലേ ആസ് വെൽ. പിന്നെ വരുന്നത് ടൈം ബേസ്ഡ് ജനറേറ്റർ ആണ്. ടൈം ബേസ്ഡ് ജനറേറ്റർ എന്ന് പറയുമ്പോൾ ഒരു സോടൂത്ത് വേവ് ഫോം ആണ് ജനറേറ്റ് ചെയ്യുക. എക്സ് ആക്സിസ് സ്വീപ്പിന് വേണ്ടിയിട്ടുള്ള സോടൂത്ത് വേവ് ഫോം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടൈം ബേസ്ഡ് ജനറേറ്ററിന്റെ ഫംഗ്ഷൻ. ടൈം ബേസ്ഡ് ജനറേറ്റർ ബീമിനെ യൂണിഫോംലി ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യിക്കും. ഓക്കെ, ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷന് വേണ്ടിയിട്ട് സ്വീപ്പ് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് സെറ്റ്സ് ടൈം പെർ ഡിവിഷൻ ഓൺ സ്ക്രീൻ. മറ്റേത് വോൾട്ടേജ് പെർ ഡിവിഷൻ ആയിരുന്നു, ഇവിടെ ടൈം പെർ ഡിവിഷൻ ആണ് ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിൽ വരുന്നത്. പിന്നെ യൂസ് ചെയ്യുന്ന മെയിൻ പാർട്ടാണ് കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ വിഷ്വൽ വേവ് ഫോംസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത് ഈ കാഥോഡ് റേ ട്യൂബ് വഴിയാണ്. കാഥോഡ് റേ ട്യൂബിൽ എന്തൊക്കെ ഉണ്ടാവും? ഇലക്ട്രോൺ ഗൺ ഉണ്ട്, ഈ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സ് ഉണ്ട്, ഫോസ്ഫർ സ്ക്രീനും ഉണ്ട്. ഇത് മൂന്നും ചേർന്നിട്ടാണ് നമ്മൾ കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് CROന്റെ കൺസ്ട്രക്ഷൻ നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ കാഥോഡ് റേ ട്യൂബ് ആണ്. ഇലക്ട്രോൺ ഗണ്ണും ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സും ഉണ്ടാവും. ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ വിസിബിൾ സിഗ്നൽസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് കാഥോഡ് റേ ട്യൂബ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഇലക്ട്രോൺ ഗൺ അസംബ്ലി ആണ്. ഇലക്ട്രോൺ ഗൺ അസംബ്ലിയുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഒരു ഫോക്കസ് ബീം ഓഫ് ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇലക്ട്രോൺ ഗൺ അസംബ്ലിയുടെ മെയിൻ ഫംഗ്ഷൻ. അതിന്റെ കമ്പോണൻസ് ആയിട്ട് വരിക ഹീറ്റർ, കാഥോഡ്, കൺട്രോൾ ഗ്രിഡ് ആൻഡ് ആനോഡ്സ് ആണ്. ഓക്കെ, നമ്മൾ എഫിഷ്യന്റ് ആയിട്ടുള്ള ഇലക്ട്രോൺ എമിഷന് വേണ്ടി ബേരിയം അല്ലെങ്കിൽ സ്ട്രോണ്ടിയം കോട്ടിങ് യൂസ് ചെയ്യാറുണ്ട്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ വരുന്നത് ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സ് ആണ്.
ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സ് ആണെങ്കിൽ നമുക്ക് രണ്ട് സെറ്റ് ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സ് ആണുള്ളത്. എക്സ് പ്ലേറ്റ്സ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ്, വൈ പ്ലേറ്റ്സ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ്. അതായത് സ്ക്രീനിൽ പെർട്ടിക്കുലർ വേവ് ഫോമിന്റെ ഇമേജ് വരുന്ന തരത്തിൽ ഇലക്ട്രോൺ ബീമിനെ സ്റ്റിയർ ചെയ്യുന്നത് ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സ് ആണ്. പിന്നെ വരുന്നത് ഫ്ലൂറസെന്റ് സ്ക്രീൻ ആണ്. നമുക്ക് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള സിഗ്നലിന് വിസിബിൾ ആക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോസ്ഫർ ക്രിസ്റ്റൽസ് യൂസ് ചെയ്തിട്ട് ഗ്ലാസിനെ കോട്ട് ചെയ്തിട്ടുണ്ടാവും. എപ്പോഴാണോ ഈ ഇലക്ട്രോൺ ബീംസ് സ്ട്രൈക്ക് ചെയ്യണേ അപ്പോൾ എന്ത് എമിറ്റ് ചെയ്യും? വിസിബിൾ ലൈറ്റ് എമിറ്റ് ചെയ്യും. അതായത് അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജീനെ വിസിബിൾ ട്രേസിലേക്ക് മാറ്റുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫ്ലൂറസെന്റ് സ്ക്രീൻ. ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഗ്ലാസ് എൻവലപ്പ് ആണ്. ഈ മൊത്തം സെറ്റപ്പിനെ നമ്മൾ വാക്വത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. ഇലക്ട്രോൺ ബീമിന്റെ സ്പീഡ് ഒന്നും കുറയാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ബീം ഫോക്കസ് എൻഷുർ ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് എൻവലപ്പിലാണ് ഈ ഫുൾ സെറ്റപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. നമുക്ക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് CRO നോക്കാം. ഫസ്റ്റ് തന്നെ എന്തുണ്ടാവും? ഇലക്ട്രോൺ ഗൺ അസംബ്ലി ഒരു ഹൈ സ്പീഡ് ഇലക്ട്രോൺ ബീം പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹൈ സ്പീഡ് ഇലക്ട്രോൺ ബീം ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിലേക്ക് കൊടുത്തിട്ടുള്ള സിഗ്നൽസിന്റെ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഡിഫ്ലക്ട് ചെയ്യും. ഈ ഡിഫ്ലക്റ്റഡ് ബീം ഫോസ്ഫോറസെന്റ് ആയിട്ടുള്ള സ്ക്രീനുമേ പോയി ടച്ച് ചെയ്യും. അത് വിസിബിൾ സ്പോട്ട് ആയിട്ട് മാറും. സ്പോട്ടിന്റെ പൊസിഷൻ നമുക്ക് തരുന്നത് ആംപ്ലിറ്റ്യൂഡ്. വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ആണെങ്കിലാണ് ആംപ്ലിറ്റ്യൂഡ് തരുന്നതെന്നുള്ളത് ഓർത്ത് വെക്കുക. ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ ആണെങ്കിൽ അത് ടൈം ഓർ ഫ്രീക്വൻസി ആയിരിക്കും. പിന്നെ വേവ് ഫോമിന്റെ പെർട്ടിക്കുലർ ഷേപ്പും നമുക്ക് കിട്ടും. അപ്പോൾ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ആംപ്ലിറ്റ്യൂഡും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ ടൈം ഓർ ഫ്രീക്വൻസി ആണ് തരുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഓർത്ത് വെക്കുക. അതുപോലെ സിഗ്നൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, ഡിസ്റ്റോർഷൻ തുടങ്ങിയവയൊക്കെ അനലൈസ് ചെയ്യാനാണ് CRO നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ലിസാജസ് പാറ്റേൺ ആണ്. എന്താണ് ലിസാജസ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലിസാജസ് പാറ്റേൺ ഇസ് ഫോംഡ് when two sinusoidal signals are applied to X and Y plates. നമ്മുടെ horizontal and vertical deflection plates, രണ്ട് പ്ലേറ്റ്സ് ഉണ്ടല്ലോ, എക്സ് ആൻഡ് വൈ പ്ലേറ്റ്സ്. ആ രണ്ട് പ്ലേറ്റ്സിലും സിനുസോയിഡൽ വേവ് ഫോംസ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ലിസാജസ് പാറ്റേൺ ഫോം ചെയ്യുന്നത്. ലിസാജസ് പാറ്റേൺ ഹെൽപ്പ് ചെയ്യുന്നത് ഫ്രീക്വൻസിയും ഫേസ് ഡിഫറൻസും മെഷർ ചെയ്യാനാണ്. ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കണം. ഫ്രീക്വൻസി ആൻഡ് ഫേസ് ഡിഫറൻസ് ആണ് ലിസാജസ് പാറ്റേൺ മെഷർ ചെയ്യുന്നത്. ഓക്കെ, കോമൺലി ചോദിക്കുന്ന കുറച്ച് ഫേസ് ഡിഫറൻസസ് ആണ് നമ്മൾ താഴെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ലിസാജസ് ഫിഗറിന്റെ ഷേപ്പ് എന്തായിരിക്കും പറയുന്നുണ്ട്. ഓക്കെ, 0 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി ആണ് ഫേസ് ഡിഫറൻസ് വരുന്നെങ്കിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുക വിത്ത് പോസിറ്റീവ് സ്ലോപ്പ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് കിട്ടുക. 30 ഡിഗ്രി അല്ലെങ്കിൽ 330 ഡിഗ്രി, അതായത് 360 മൈനസ് 30 ചെയ്തത് 30 ഡിഗ്രി ഓർ 330 ഡിഗ്രിക്ക് നമുക്കൊരു എലിപ്സ് ആണ് കിട്ടുക ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇതുപോലെ ഒരു എലിപ്സ് ആണ് കിട്ടുക. അതേസമയം 90 ഡിഗ്രി അല്ലെങ്കിൽ 270 ഡിഗ്രിക്ക് നമുക്ക് കിട്ടുന്നത് ഒരു സർക്കിൾ ആയിരിക്കും. പെർഫെക്റ്റ് ക്വാഡ്രേച്ചറിലാണ് രണ്ട് സിഗ്നൽസും, അതുകൊണ്ട് സർക്കിൾ ആയിരിക്കും കിട്ടുക. ആംഗിള് 120, 240 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എലിപ്സ് തന്നെയായിരിക്കും, പക്ഷെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ളതായിരിക്കും. ഓക്കെ, ഇതാണ് ലിസാജസ് പാറ്റേൺസ് ആയിട്ട് വരുന്നത്. ലിസാജസ് ഫിഗറിന്റെ ഷേപ്പ് ഏത് ആംഗിളിന് ഏതാണെന്നുള്ളത് പഠിച്ചു വെക്കേണ്ടതാണ്. അത് ചോദിക്കാറുണ്ട്. 0 അല്ലെങ്കിൽ 360 വരുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ, 30 ഡിഗ്രി വരുമ്പോൾ എലിപ്സ് ആയിരിക്കും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, 90 ഡിഗ്രിയിലാവുമ്പോൾ പെർഫെക്റ്റ് സർക്കിൾ ആയിരിക്കും, പിന്നെ 120 ഡിഗ്രിയിലാവുമ്പോൾ എലിപ്സ് തന്നെയാണ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇത് പഠിച്ചു വെക്കുക ഈ ഒരു ടേബിള്. ഇത്രയാണ് നമുക്ക് CROന്റെ കേസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ബേസ്ഡ് ഓൺ ദിസ് ടോപ്പിക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 മെഷർമെന്റ്സ് ദാറ്റ് ക്യാൻ ബി കാരിഡ് ഔട്ട് യൂസിങ് ലിസാജസ് ഫിഗർ? ലിസാജസ് ഫിഗർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്ന 2 മെഷർമെന്റ്സ് ഏതൊക്കെയാണ്? ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചുള്ളൂ, ഫ്രീക്വൻസി ആൻഡ് ഫേസ് ഡിഫറൻസ്. ഓപ്ഷൻ സി, ഫ്രീക്വൻസി ആൻഡ് ഫേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 in-phase 50 Hz sinusoidal waveforms of peak to peak voltage value
2 volt are fed into channel 1 and channel 2 respectively. അതായത് ഹൊറിസോണ്ടൽ പ്ലേറ്റിലേക്കും വെർട്ടിക്കൽ പ്ലേറ്റിലേക്കും നമ്മൾ സെയിം ഇൻഫേസിലുള്ള, ഇൻഫേസ് എന്ന് പറയുമ്പോൾ 0 ഡിഗ്രി ആണ് ഫേസ് ഡിഫറൻസ് വരുന്നത്, ഇൻഫേസിലുള്ള സിനുസോയിഡൽ വേവ് ഫോംസ് കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ വോൾട്ടേജ് സ്കെയിൽ, time scale and other settings are exactly the same for both channels. രണ്ട് ചാനൽസിന്റെയും വോൾട്ടേജ് സ്കെയില്, ടൈം സ്കെയില്, അതർ സെറ്റിംഗ്സ് ഒക്കെ എക്സാക്ട്ലി സെയിം ആണെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിസാജസ് പാറ്റേൺ എന്ന് വരുന്നതാണ് ക്വസ്റ്റ്യൻ. ഇൻ ഫേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഫേസ് ഡിഫറൻസ് 0 ഡിഗ്രി, കറസ്പോണ്ടിങ് ടു ഫേസ് ഡിഫറൻസ് 0 ഡിഗ്രി നമുക്ക് എന്താ കിട്ടിയിരുന്നത്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇവിടെ ആകെ ഒരു ഓപ്ഷനിൽ സ്ട്രെയിറ്റ് ലൈൻ ഉള്ളൂ. സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്ത് വരും, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ CRO ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രോൺ ബീം ഇസ് കൺട്രോൾഡ് ബൈ, ഇന്റൻസിറ്റി കൺട്രോൾ ചെയ്യുന്നത് ഗ്രിഡ് ആണ്. ഫോക്കസിങ് ആനോഡ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ബീമിനെ ഫോക്കസ് ചെയ്യാൻ, ഒരു ഫൈനൈറ്റ് സ്പോട്ടിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആക്സിലറേറ്റിംഗ് ആനോഡ് ആണെങ്കിൽ നമുക്ക് എമിഷൻ കഴിഞ്ഞിട്ടുള്ള ഇലക്ട്രോണിനെ സ്പീഡപ്പ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇലക്ട്രോൺ ഗൺ ആണെങ്കിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോൺ ബീം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് മൂന്നുമല്ല ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രോൺ ബീം കൺട്രോൾ ചെയ്യുന്നത്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രോൺ ബീം കൺട്രോൾ ചെയ്യുന്നത് ഓപ്ഷൻ സി ഗ്രിഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വോൾട്ടേജസ് V1 is equal to 5 sin omega t, V2 is equal to 10 sin omega t are connected to X and Y terminals of a CRO respectively. X, Y ടെർമിനൽസിലേക്ക് രണ്ട് വോൾട്ടേജ് സിഗ്നൽസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒരെണ്ണം 5 sin omega t, ഒരെണ്ണം 10 sin omega t. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ഫിഗർ സീൻ ഓൺ CRO? ലിസാജസ് ഫിഗർ എങ്ങനെ വരുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, V1 equal to 5 sin omega t ആണ്. ഓക്കെ, V2 is equal to എന്താണെന്ന് നമുക്ക് എഴുതാം, 2 into 5 sin omega t എന്ന് എഴുതി കൂടെ, കാരണം 10 sin omega t അല്ലേ. അപ്പൊ ആംപ്ലിറ്റ്യൂഡിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. V2 is equal to 2V1 ആണെന്ന് നമുക്ക് എഴുതാലോ. അപ്പോ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഫേസ് ഡിഫറൻസ് 0 ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലിസാജസ് പാറ്റേൺ എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓപ്ഷൻ ഡി സ്ട്രെയിറ്റ് ലൈൻ. സർക്കിൾ കിട്ടണമെങ്കിൽ എന്തായിരിക്കണം, ക്വാഡ്രേച്ചറിലായിരിക്കണം. രണ്ട് സിഗ്നൽസും തമ്മിൽ പെർഫെക്റ്റ്ലി ക്വാഡ്രേച്ചറിലാണെങ്കിലാണ് സർക്കിൾ കിട്ടുക. 30 ഡിഗ്രി ആൻഡ് 120 ഡിഗ്രിയിലാണ് നമുക്ക് എലിപ്സ് കിട്ടിയിരുന്നത്. സർക്കിൾ കിട്ടിയിരുന്നത് 90 ഡിഗ്രിയിലും എലിപ്സ് കിട്ടിയിരുന്നത് 30 ഡിഗ്രി ഓർ 120 ഡിഗ്രി. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നത് നമുക്ക് 0 ഡിഗ്രിയിലാണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സർക്കിൾ ഇസ് സീൻ ഓൺ ദ സ്ക്രീൻ ഓഫ് CRO. സർക്കിൾ ആണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ്, ഫേസ് ഡിഫറൻസ് വിൽ ബി ഈക്വൽ ടു 90 ഡിഗ്രി. ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്, രണ്ട് ടൈം വേരിയിങ് സിഗ്നൽ ആണ്, സെയിം ഫ്രീക്വൻസി ആണ്, സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പൊ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യനും അത് തന്നെയാണ്, ദ റിലേറ്റീവ് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ സിഗ്നൽസ് അപ്ലൈഡ് ടു എക്സ് ആൻഡ് വൈ പ്ലേറ്റ്സ്. എന്താണ് ഓപ്ഷൻ, ഓപ്ഷൻ ബി 90 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് CRO ഇസ്, CROന്റെ ഇൻപുട്ട് ഇംപിഡൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് അറൌണ്ട് 1 മെഗാ ഓം ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ വരിക. ടിപ്പിക്കൽ റേഞ്ച് എന്ന് പറയുന്നത് 1 മെഗാ ഓം ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, there are 4 horizontal and 3 vertical tangencies in a Lysage's pattern on an oscilloscope. If frequency of horizontal input is 150 Hz, frequency of vertical input ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിനെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കാനുണ്ട്. അതായത് FY ഡിവൈഡഡ് ബൈ FX ഫ്രീക്വൻസി ആണ് Y പ്ലേറ്റിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഇൻപുട്ടിന്റെയും എക്സ് പ്ലേറ്റിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഇൻപുട്ടിന്റെയും ഫ്രീക്വൻസീസ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ഹൊറിസോണ്ടൽ ടാൻജൻസീസ് ഡിവൈഡഡ് ബൈ വെർട്ടിക്കൽ ടാൻജൻസീസ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഫ്രീക്വൻസിയും ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ടാൻജൻസീസും തമ്മിലുള്ള റിലേഷൻ. അപ്പൊ ഇവിടെ ഹൊറിസോണ്ടൽ ടാൻജൻസീസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്,
equal to 4. Vertical tangents is 3. 4/3 വന്നു. നമുക്ക് fy ആണ് കാണേണ്ടത്. ഹൊറിസോണ്ടൽ ഇൻപുട്ടിന്റെ fx നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് 150 ആണ്. 150 into 4 divided by 3 വരും. 50 into 4 വരും, which means 200 heads. ഇപ്പോഴത്തെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ ഡി 200 heads. Okay. Now the last question is, a CRO is used to monitor the output of a circuit. The display exhibits a sustained sine wave characterized by a peak-to-peak amplitude of 6 division. Peak-to-peak amplitude ആണ് കേട്ടോ 6 division പറഞ്ഞിട്ടുള്ളത്. അതായത് സൈനസോഡൽ വേവ് ഫോം ആണെങ്കിൽ ഫ്രം ദിസ് പീക്ക് ടു ദിസ് പീക്ക് ഉള്ളതാണ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത് 6 ഡിവിഷൻസ് തന്നിട്ടുള്ളത്. ഓക്കെ. വാട്ട് ഈസ് ദ പീക്ക് വോൾട്ടേജ് ഓഫ് സിഗ്നൽ? പീക്ക് വോൾട്ടേജ് ഓഫ് സിഗ്നൽ ആണ് നമുക്ക് കാണേണ്ടത്. വെർട്ടിക്കൽ സെൻസിറ്റിവിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 5 വോൾട്ട് പെർ ഡിവിഷൻ ആണ്. ടോട്ടൽ പീക്ക് ടു പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ 6 ഡിവിഷൻസ് ആണുള്ളത്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പീക്ക് വോൾട്ടേജ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? പീക്ക് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു 30 divided by 2, which is equal to 15 volt. Option B. Okay അല്ലേ? അപ്പൊ ഇതോടുകൂടി നമ്മുടെ മെഷർമെന്റ്സിന്റെ പോർഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. എക്സ്പ്ലെയിൻ ചെയ്ത തിയറിയിലോ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.